ഹായ് മൈസെൽഫ് ദിക്രു ഐ എം ഫ്രോം പ്രൊജക്ട് ഡി വർക്ക്സ്. ഒരു കാറ് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പലർക്കും അറ്റ് എ ടൈം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡമോ ഇല്ലാത്തത് കൊണ്ടായിരിക്കണം. അപ്പോൾ പലരും ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവരുടെ വണ്ടി അപ്ഗ്രേഡ് ചെയ്യുക, അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എത്തിക്കുക എന്നുള്ളതാണ് പലരും ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ അതുപോലെ ബിൽഡ് ചെയ്ത എടുത്തൊരു വണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. 1.6 ഡീസൽ വോക്സ്വാഗൺ വെൻഡോ. ഈ വണ്ടിയുടെ കസ്റ്റമർ നമ്മളെ മീറ്റ് ചെയ്യുമ്പം പുള്ളിക്കാരന് കംപ്ലീറ്റ്ലി ഒരു പ്രിസൈസ് പ്ലാൻ ഉണ്ടായിരുന്നു വണ്ടി എങ്ങനെ ഇതിൻ്റെ റിസൾട്ട് വരണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളുടെയും കൂടെ കോൺസെപ്റ്റ് കൊളാബ് ചെയ്തിട്ടാണ് ഈ വണ്ടിയുടെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് വർക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എക്സ്റ്റീരിയർ വർക്കുകളായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ഇൻറ്റീരിയർ പ്ലസ് പെർഫോമൻസ് മോഡ്സും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് ഫേസിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 6 ലൈൻ ബമ്പേഴ്സാണ് നമ്മളിത് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 6 ലൈൻ ബമ്പേഴ്സിൽ തന്നെ ആക്ച്വലി നമ്പർ ബോർഡിനായിട്ട് ഒരു പ്രൊവിഷൻ വരുന്നുണ്ട്. നമ്മൾ ആ പ്രൊവിഷൻ കവറപ്പ് ചെയ്തിട്ടാണ് നമ്പർ ബോർഡ് വെച്ചിരിക്കുന്നത്. പിന്നെ 6 ലൈൻ ബമ്പറിൻ്റെ കൂടെ തന്നെ നമുക്ക് 6 ലൈൻ ഗ്രിൽസും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ക്രോം എലമെൻ്റായ പോർഷൻസ് എല്ലാം നമ്മൾ മാക്സിമം ഒരു എന്താ പറയുക ബ്ലാക്ക് റെഡ് ആൻഡ് കാർബൺ ഫൈബർ കോംബോ എന്നുള്ളൊരു തീം നമ്മൾ ചൂസ് ചെയ്തതുകൊണ്ട് ക്രോം എലമെൻ്റായ വോക്സ്വാഗൺ ലോഗോ നമ്മൾ കാർബൺ ഫൈബർ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബമ്പറിൻ്റെ താഴെയായിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു സമുറായി ലിപ്പ്, സേഫ്റ്റി പ്ലസ് ഒരു ലോ ഫീൽ ഫ്രണ്ടിൽ നിന്ന് കിട്ടാൻ വേണ്ടി നമ്മളൊരു ലിപ്പും കൂടെ ഫ്രണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് ആണ്. ഹെഡ്ലൈറ്റ്സ് ആക്ച്വലി നമ്മൾ ആദ്യം യൂസ് ചെയ്തിരിക്കുന്നത് വേറൊരു ഹെഡ്ലൈറ്റ്സ് ആയിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളൊരു അപ്ഗ്രേഡിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വീൽസ് തന്നെയാണ്. വീൽസ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് 17 ഇഞ്ച് 7.5J വീൽസാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമ്മൾ 205/45/17 മിഷലിൻ പൈലറ്റ് സ്പോട്ട് എന്ന് പറയുന്ന ടയേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആദ്യം വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ MTSൻ്റെ ലോവറിംഗ് സ്പ്രിങ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ആക്ച്വലി ഫെൻഡറിൽ ഇൻഡിക്കേറ്റർ വരുന്നൊരു മോഡലായിരുന്നു. അത് നമ്മൾ ലേറ്റസ്റ്റ് മോഡൽ പോലെ ഫെൻഡർ ഇൻഡിക്കേറ്റർ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ വിങ് മിററിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നൊരു മോഡലാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ആഡ് ഓൺ ആയിട്ട് നമ്മളൊരു M സ്റ്റൈല് കാർബൺ ഫൈബർ ക്യാപ്പ്, മിറർ ക്യാപ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ആദ്യം ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബ്ലാക്ക്, ഒരു ബ്ലാക്ക് വണ്ടി എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു ആദ്യമേ കസ്റ്റമർ പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് നമ്മളിപ്പോൾ റീസെൻ്റ്ലി വരുത്തിയൊരു ചേഞ്ചാണ് വീലിന് വന്നൊരു കളർ. ഇത് ആക്ച്വലി ഒരു ഡാർക്ക് ബ്രോൺസ് കളറാണ് നമ്മൾ ഇപ്പോൾ വീൽസിന് ചൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ അത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിരുന്നു. ഇപ്പോൾ അത് നമ്മൾ ഒരു ചെറിയൊരു മൈന്യൂട്ട് ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കളർ നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഓവറോൾ ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലോ ഫീൽ കിട്ടാനായിട്ട് നമ്മൾ സൈഡിൽ ഒരു സൈഡ് സ്കേർട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. പോളോയ്ക്ക് വരുന്ന അതേ സെയിം സൈഡ് സ്കേർട്ട് തന്നെയാണ് നമ്മൾ ഇതിൽ ആക്ച്വലി സ്യൂട്ട് ചെയ്ത് ഈ വെൻഡോയ്ക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും വണ്ടി ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് കാണിക്കാണ്ട് അതേ പ്രൊപ്പോർഷനിൽ തന്നെ നമ്മൾ ആ ഒരു ലോ ഫീൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇത് ആക്ച്വലി ഒരു പഴയ മോഡൽ വണ്ടിയാണ്. ഫെൻഡറിൽ ഇൻഡിക്കേറ്റർ വരുന്നത് നമ്മൾ വിങ് മിററിൽ ചേഞ്ച് ആക്കിയതുപോലെ തന്നെ ഇതിൻ്റെ ടെയിലൈറ്റ്സ് ആക്ച്വലി ഒരു പഴയ മോഡൽ ടെയിലൈറ്റ് മാറ്റിയിട്ട് നമ്മൾ 2020 മോഡൽ ടെയിലൈറ്റ്സ് ആണ് ഇതിൻ്റെ ബാക്കിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് ബമ്പർ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആണ്. കസ്റ്റം ഡിസൈനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ഓൺ ആയിട്ട് ഒരു മാക്സിൻ്റെ ലിപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറില്ല. വണ്ടി ഒരു ഡെയിലി ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് തന്നെ അത് ഊരി നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷനോ ഏതെങ്കിലും ഷോയ്ക്ക് പോകുമ്പോൾ മാത്രം വെക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് നമ്മളത് യൂസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമറിന് തന്നെ ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് റിമൂവ് എന്നുള്ള രീതിയിലാണ് നമ്മളത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ആ ബമ്പറിൽ തന്നെ ഒരു റിഫ്ലക്റ്റിംഗ് ലൈറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പുറം ഇപ്പുറമായിട്ട്. ഇതാണ് ബാക്കിലുള്ള ഒരു മാസീവ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ട്രങ്കിൽ ഒരു ലിപ്പും കൂടെ, ലിപ്പ് സ്പോയിലറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി ആദ്യം നമ്മൾ യൂസ് ചെയ്തിരുന്ന എക്സോസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഒരു ക്രോം ഫിനിഷിലുള്ള ഒരു എക്സോസ്റ്റ് ടിപ്പായിരുന്നു. പക്ഷേ അത് നമ്മൾ റീസെൻ്റ്ലി ചേഞ്ച് ചെയ്ത് ആക്രാപോവിക്കിൻ്റെ ഡ്യുവൽ എക്സോസ്റ്റ് ടിപ്പ്, കാർബൺ ഫൈബർ ഫിനിഷിങ് വരുന്ന ഡ്യുവൽ എക്സോസ്റ്റ് ടിപ്പാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു ക്ലാസിക്, ഒരു പ്രീമിയം ടച്ച് കിട്ടാൻ വേണ്ടിയാണ് അതിനൊരു ചേഞ്ച് വരുത്തിയിരുന്നത്.
ഇതിൻ്റെ ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു അപ്ഗ്രേഡാണ് ഇതിൻ്റെ പെർഫോമൻസ് അൺലോക്ക് ചെയ്യുക എന്നുള്ളത്. റെഡ് ബാൻഡ് റേസിംഗ് RBR ആണ് ഇതിൻ്റെ ട്യൂണിംഗ് പാർട്ട്ണർ. ഇത് സ്റ്റേജ് 2+ ECU ട്യൂണാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മളൊരു BMCയുടെ എയർ ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ആഡ് ഓൺ ആയിട്ട് നമ്മൾ മോട്ടോ കരേറയുടെ ഡൗൺ പൈപ്പും കൂടെ ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഓട്ടിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അതിൽ കസ്റ്റമറും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ GTA ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ഇൻറ്റീരിയർ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം സീറ്റിൻ്റെ മെറ്റീരിയൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം GTAയുടെ തന്നെ ആ ഒരു ചെക്കേർഡ് ഡിസൈൻ വരുന്ന സീറ്റ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി വന്നിരുന്ന വൈറ്റ് കളേഴ്സിലായിരുന്ന എല്ലാ പോർഷൻസും നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലാക്കിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂഫാണെങ്കിലും ഫ്ലോർ ആണെങ്കിലും ഡാഷ് ആണെങ്കിലും എല്ലാം അതേപോലെ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കാർബൺ ഫൈബർ എലമെൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം നല്ല ഭംഗിയോടെ തന്നെ നമ്മൾ കാർബൺ ഫൈബർ എലമെൻറ്റ്സും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ ഇൻറ്റീരിയറിൽ ചെയ്തൊരു അപ്ഡേറ്റ് ആയിരുന്നു അതിൻ്റെ സ്റ്റിയറിംഗ് വീല് മാറ്റുക എന്നുള്ളത്. കാർബൺ ഫൈബർ സ്റ്റിയറിംഗ് വീല് തന്നെയാണ് നമ്മൾ ഇതിൽ ഫസ്റ്റ് തൊട്ടേ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ആദ്യം തന്നെ ഉണ്ടായിരുന്നൊരു ചേഞ്ചാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് അതിൻ്റെ കൂട്ടത്തിലായിട്ട് നമ്മൾ കംപ്ലീറ്റ് ഹോൾ ഇൻറ്റീരിയർ ഈ ഒരു ലുക്കിലേക്ക് ചേഞ്ച് ചെയ്ത് വരുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ അറൗണ്ട് 3 years ആവുന്നു. വണ്ടി ഓഡോമീറ്റർ ക്ലോക്ക് ചെയ്തിരിക്കുന്നത് 90,000+ ആണ്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് ഫസ്റ്റ് ഫേസ് വർക്ക് കഴിഞ്ഞ് കൊണ്ടുപോയിട്ടും നമുക്ക് ഒരു 6 മാസം 7 മാസം കൂടുമ്പോൾ കസ്റ്റമർ നമ്മളെ ഫ്രീക്വൻ്റ്ലി കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. വണ്ടിക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും അത് അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആക്ച്വലി ഇത് പുള്ളിയുടെ ഒരു ഡെയിലി ഡ്രിവൺ വണ്ടിയാണ്. അപ്പോൾ ഇത്രയും കാലം ഡെയിലി ഡ്രിവൺ ചെയ്തിട്ട് പോലും ആ വണ്ടിയുടെ ക്വാളിറ്റിയിലോ ഒന്നിലോ ഒരു പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അത് ഈ പറഞ്ഞതുപോലെ 6 മാസം കൂടുമ്പോൾ അതിനുണ്ടാകുന്ന മെയിൻ്റനൻസ് കീപ്പപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ആ ക്വാളിറ്റി ഇപ്പോഴും മെയിൻറ്റെയിൻ ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വണ്ടി ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. ഇതിൽ ഇനിയും എന്തൊക്കെ ആഡ് ഓൺസ് വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല, കസ്റ്റമറിന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഇതിങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, ഓരോരോ ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇഷ്ടപ്പെടുന്നതനുസരിച്ച് നമ്മളുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം ആൻഡ് ഫൈനാൻഷ്യൽ ഇത് സപ്പോർട്ട് നമുക്ക് കൂടുന്നതനുസരിച്ച് നമ്മൾ അതും ഇതേ കണക്ക് തന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വണ്ടിയും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണം, ബിൽഡ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് us. We are available on Facebook, Instagram and WhatsApp. അപ്പോൾ താങ്ക് യു. And signing off from Project D Works.